അപ്പോൾ ഞാൻ ഇന്നൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കി കേട്ടോ. ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാമേ. ആദ്യം തന്നെ പയറുപരിപ്പ് നല്ലപോലെ വറുത്തെടുത്തിട്ട് ഇത് ഒരു 5-6 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം ശർക്കരയാണ് ഇതിനു വേണ്ടി ഉരുക്കിയത്. ഇനി ഇതിലേക്ക് ഞാൻ ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പായസത്തിൽ ചവ്വരി ചേർക്കാമോ എന്നെനിക്കറിയില്ല, പക്ഷേ എനിക്ക് ചവ്വരി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തയായിട്ട് കുറച്ച് ഏലക്ക ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കാൻ പോവുകയാണ്. ഞാൻ മിൽമ പാലാണ് ഒരു 2 ഗ്ലാസ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഒന്നിച്ചിരി കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ അടുത്ത പാലൊഴിക്കുന്നത്. അത് കുറച്ച് തേങ്ങാപ്പാലാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുത്തു. അങ്ങനെ പായസം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നെയ്യെടുത്തു, അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അത് മാത്രമാണുള്ളത്. അങ്ങനെ നമ്മുടെ പായസം സെറ്റായി വന്നിട്ടുണ്ട്.